അണ്ണാ DMKയെയും വിമർശിച്ച് തമിഴക വെട്രികഴകം നേതാവ് വിജയ് അണ്ണാ DMK BJPയുടെ പരസ്യ പങ്കാളിയും DMK BJPയുടെ രഹസ്യ പങ്കാളിയാണെന്നും വിജയ് വിമർശിച്ചു. അതേസമയം NDA സഖ്യപ്രഖ്യാപനത്തെ വിമർശിച്ച MK സ്റ്റാലിൻ മറുപടിയുമായി അണ്ണാ DMK നേതാവ് എടപ്പാടി പളനിസ്വാമി. പ്രഖ്യാപനം സ്റ്റാലിന്റെ ഉറക്കം കെടുത്തിയെന്ന് എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. അണ്ണാ DMK ഒരുമിച്ച് നിന്നാൽ DMKയെ തകർക്കാമെന്ന് TTV ദിനകർ പറഞ്ഞു. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, കഴിഞ്ഞ ദിവസമാണ് പുതിയ ബാന്ധവം അത് വീണ്ടും ഉറപ്പിച്ചത് അണ്ണാ DMKയും BJP സഖ്യം. അതിനുശേഷം വിജയുടെ പ്രതികരണങ്ങൾ അത് DMK കൂടി പരസ്യമായി തന്നെ കർശനമായ ഭാഷയിൽ വിമർശിക്കുന്നു. മറ്റെന്തൊക്കെ നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ടുള്ള ഈ ചുരുക്കം നാളുകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്? NDA സഖ്യ വിപുലീകരണം തമിഴ്നാട്ടിൽ വല്ലാത്ത രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇന്നലെ അണ്ണാ DMKയും BJPയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയാണ് സഖ്യം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ അതിന് വിമർശനവുമായി DMK രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെയാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. എന്ത് കാര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പാർട്ടികളും യോജിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് സ്റ്റാലിൻ ചോദിക്കുന്നത്. അതായത് ഈ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ തള്ളിക്കളഞ്ഞതാണ്. അതിനെ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സ്റ്റാലിന്റെ ചോദ്യം ഉയർന്നത്. മറ്റൊരു കാര്യം കൂടി, തമിഴ്നാട്ടിൽ ഏറ്റവും ചൂടേറിയ വിഷയങ്ങളായിരിക്കും ഒന്ന് നീറ്റ്, അതുപോലെ തന്നെ ത്രിഭാഷ നയം, അതുപോലെ ഡീലിമിറ്റേഷൻ, വഖഫ് ഭേദഗതി ബില്ല്. ഇതിനൊക്കെ എതിരായിട്ട് നിലപാടെടുത്തതാണ് അണ്ണാ DMK. ഇപ്പോൾ BJPയുടെ ഒരു കൂടിയോടുകൂടി ഇക്കാര്യത്തിലൊക്കെ നിലപാട് മാറിയോ എന്നുള്ള ഒരു ചോദ്യം കൂടി സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് മറുപടിയുമായി ഇന്ന് എടപ്പാടി പളനിസ്വാമിയും രംഗത്തെത്തി. തമിഴ്നാടിന് വേണ്ടി പൊരുതും എന്നുള്ള ഒരു കാര്യമാണ്, പ്രതികരണമാണ് എടപ്പാടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇടുത്തിയായിട്ടാണ് DMKക്ക് ഈ ബന്ധം തോന്നുന്നത്. അതോടൊപ്പം തന്നെ അണ്ണാ DMK ഒരുമിക്കണം എന്നുള്ള ആഹ്വാനമായി TTV ദിനകർ രംഗത്തെത്തി. ഈ ബാന്ധവത്തെ വിമർശിച്ചുകൊണ്ട് നടൻ വിജയ് കൂടി രംഗത്തെത്തിയോടുകൂടി തന്നെ NDA സഖ്യ വിപുലീകരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വർഷം മാത്രമേ ഉള്ളപ്പോൾ പുതിയ നീക്കങ്ങൾ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനെയൊക്കെ തന്നെ വിമർശിച്ച് വിജയടക്കമുള്ള നേതാക്കന്മാർ രംഗത്തെത്തുകയാണ്. സ്റ്റാലിൻ്റെ ഒക്കെ തന്നെ മറുപടിയാണ് പുറത്തേക്ക് വന്നത്. KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.